ഗൈസ്. ഹലോ, വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഡീസ ബ്ലോഗ്സ്. ഹായ്. ഉറങ്ങിയ കാരണം കൊണ്ട് ഉണ്ണീനെ നമ്മള് എന്റെ വീട്ടിലാക്കി. ടർക്കി കൊടുത്തില്ലല്ലോ. അത് കുഴപ്പമില്ല, അത് ഞാൻ എടുത്തത് വേറൊന്നിനല്ല, ഛർദിക്ക് അപ്പൊ നടക്കാൻ വേണ്ടി എടുത്തതാ, വേറൊന്നിനല്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മള് വന്ന ടൈമിലുണ്ടല്ലോ ഉണ്ണി ആകെ ഛർദിച്ചു. മുമ്പത്തെ വീഡിയോയില് നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും. സേഫ്റ്റി പ്രിക്കോഷൻ ആയിരുന്നു. അതെ, പക്ഷെ അവൻ ഉറങ്ങിയ പിന്നെ കുഴപ്പമില്ല. ഛർദിക്കാൻ വെച്ചത് എന്തുകൊണ്ട് അങ്ങനെ അറിയില്ല, ചില ഇടയ്ക്ക് ഇപ്പൊ അങ്ങനെ ഒരു ഛർദി വരുന്നു. എന്റെ ഫോണോ ഇന്ന് നമ്മള് പോണത്, ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ഇന്ന് നമ്മളൊരു ഷൂട്ടിനാണ് ആക്ച്വലി പോണത്. നമ്മളൊരു ഇന്റർവ്യൂ അല്ല നമ്മളുടെ എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടി, ഒരു യാത്രയെ കുറിച്ചുള്ളൊരു എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. പോണത് എവിടേക്കാന്ന് നമുക്ക് പറയാം. എവിടേക്കാന്നറിയോ? സാന്റപ്പൻ അറിയില്ലേ? ട്രാവലിസ്റ്റ് ബൈ സാന്റോസ്. സാന്റപ്പൻ ചേട്ടന്റെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് സാന്റപ്പൻ ചേട്ടൻ എന്നെ കോണ്ടാക്ട് ചെയ്തത്. സാന്റപ്പൻ ചേട്ടന്റെ ഞാനായിട്ട് മുൻപ് പഴയ ഇതില് വീഡിയോ ചെയ്തിട്ടുള്ളതാ അല്ലേ, കൊറേ നാൾക്ക് മുൻപ്. അതെ, അപ്പൊ പണ്ട് ഞാനും സാന്റപ്പേട്ടനും ഷെറിൻ ചേട്ടനൊക്കെ കൂടി വീഡിയോസ് ചെയ്തിട്ടുള്ളതാ. അയ്യോ, അതൊക്കെ ഒരു കാലം. 2020 എന്റെ കല്യാണം കഴിയണതിന് മുന്നേ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത്. ആളെ കണ്ടിട്ടില്ല അല്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്. വീഡിയോയില് കാണുന്ന പോലെയല്ല, നമ്മള് നേരിട്ട് കാണുമ്പോ ഭയങ്കര വലുപ്പം. ഞാനത് വീഡിയോയിൽ അന്ന് പറഞ്ഞിട്ടുണ്ട്. വീഡിയോയില് അന്ന് ഞങ്ങള് 3 പേരും കൂടി ഒരുമിച്ച് വീഡിയോ എടുക്കണ ആ സമയത്ത് ഞാനോട് പറഞ്ഞിട്ടുണ്ട്, ചേട്ടൻ എന്തൊരു വലിപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഭയങ്കര ചെറുതായിരുന്നു അന്ന്. ഇപ്പൊ ആള് ഞാനായിട്ട് നിക്കാണെങ്കിൽ ഞാൻ അതിനേക്കാളും കുറച്ചുകൂടി വലുതായിട്ടുണ്ട്, വണ്ണൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. അന്ന് ഞാൻ ഭയങ്കര ചെറുതായിരുന്നു. ആള് എന്റെ അടുത്ത് നിക്കണ സമയത്ത് ഞാൻ തന്നെ അവളോട് പറയും എന്തൊരു വലിപ്പം ചേട്ടൻ ഞാൻ പറയാറുണ്ട്. ട്രാവൽ വ്ളോഗിലേക്ക് അങ്ങനെ ഞാൻ ഷെറിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഷെറിൻ ചേട്ടനെ വീഡിയോ കോള് വിളിച്ചിട്ടാ കണ്ടത്. അല്ലല്ല, ഞാൻ നേരിട്ട് കണ്ടായിരുന്നു. ഞാൻ അന്ന് യൂട്യൂബിന്റെ ഒരു ഇവന്റ് ഉണ്ടായിരുന്നു. പ്രഗ്നന്റ് അല്ല, ഞാൻ ഡെലിവറി കഴിഞ്ഞിരിക്കണം. 5ാമത്തെ 9ാമത്തെ ഹണി റോസ് ഒക്കെ വന്ന പരിപാടി. അതെ അന്ന് സംസാരിച്ചു. അതെ. അപ്പൊ അങ്ങനെ ഇന്ന് പോണെന്ന് വെച്ചാല് ആള് പുതിയൊരു സീരീസ് എന്തോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതെ, സ്വപ്നസഞ്ചാരി എന്ന് പറഞ്ഞ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ട്രാവലില്ല, നമ്മളുടെ ഒരു യാത്രയെ കുറിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ് പറയണത്. അതിന് വേണ്ടിട്ടാണ് നമ്മൾ പോണത്. തൃശ്ശൂരാണ് ഷൂട്ട് നമ്മള് വെച്ചേക്കണത്. അപ്പൊ നമ്മള് ചാലക്കുടിയിൽ നിന്ന് ഇറങ്ങി 2 മണിക്ക് തൃശ്ശൂർ എത്താൻ പറഞ്ഞിരുന്നതാ. പക്ഷെ ഇപ്പൊ സമയം 3:30 ആയിട്ടുണ്ട്. നമ്മൾ ഇറങ്ങാൻ നിൽക്കണ സമയത്തൊക്കെ കുറച്ച് ലേറ്റ് ആയി. ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് നമ്മൾ ലേറ്റ് ആയി. ഇത് കണ്ടാ നമ്മുടെ വടക്കുന്നാഥന്റെ മറ്റേ ചുറ്റുള്ള മതില് പൊളിച്ച് കാട്ടാ പുതിയത് ഒരു പണിയാൻ പോവാന്ന് പറഞ്ഞിട്ട് പൊളിച്ച് പുതിയ ആനയുടെ സ്റ്റാച്ചു ഉള്ള സാധനം സെറ്റ് ചെയ്യാൻ. അത് വരുമ്പോ എന്താവുന്ന കാണാം. ഉത്സവത്തിന് മുമ്പ് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. അത് ശരിയാണ്. ഏപ്രിൽ മെയ്യിലല്ലേ വരാറ് പൂരം. എന്റെ പൊന്നെ, സത്യം പറച്ചില് ഞാൻ ആ കാര്യം മറന്നു പോയിട്ടാ. ഒരു സ്ഥിരം തൃശ്ശൂരുണ്ട്. സത്യം, എല്ലാ ദിവസവും ആഴ്ചയിൽ എന്തായാലും 2-3 ദിവസം ടൗണിലുണ്ടാവും. അതെ. അപ്പൊ പൂരത്തിന് മുന്നേ ഇപ്പൊ സ്കൂൾ കൂട്ടാറായില്ലേ? മാർച്ച് ഇന്ന് മാർച്ച് തുടങ്ങി, സ്കൂള് കൂട്ടും. അന്നേരം പിന്നെ ഇവിടെ എക്സിബിഷൻ വരും. ഇപ്രാവശ്യം എക്സിബിഷൻ വരണം. ഞാൻ ഇതേവരെ ആളുടെ കൂടെ കല്യാണം കഴിഞ്ഞ പിന്നെ ഞാൻ ആളുടെ കൂടെ എക്സിബിഷൻ വന്നിട്ടില്ല. അയ്യോ, പിന്നെ ഇപ്രാവശ്യം എന്തായാലും എക്സിബിഷൻ വരണം. മുട്ടാണി കൊണ്ട് വരണം എക്സിബിഷൻ ഇപ്രാവശ്യം. അങ്ങനെ നമ്മള് ഞാൻ കല്യാണം കഴിഞ്ഞപ്പോ ഞങ്ങള് ഫ്രണ്ട്സ് ആയിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട്. പ്രൊജക്ടിന്റെ കാര്യത്തിന് വേണ്ടി വന്നപ്പോ ഫ്രണ്ട്സ് ആയിട്ട് എക്സിബിഷൻ കയറിയിട്ടാണ് പോയത്. ഇത് ഫ്ലോറിലാടി, നമുക്ക് സെക്കൻഡ് ഫ്ലോറിലല്ലേ? ഏറ്റവും മുകളിലത്തെ ഫ്ലോറിലോ ജസ്റ്റ് ആണോ? സെറ്റപ്പ് സ്റ്റുഡിയോ സെറ്റപ്പ് കാണിക്കും. 2 ലൈറ്റ്, 2 ചെയർ, മൈക്ക് അല്ലേ? നമ്മുടെ മൈക്കാണ്. നമ്മുടെ പോലത്തെ മൈക്കുന്നല്ലേ? ഹോളിലാനിന്റെ മൈക്ക്. എന്നിട്ട് പറയാൻ പോണേ? നീ പറ. ഞാൻ തുടങ്ങാല്ലേ?
എന്തിനു പറയാൻ പോണ അറിയോ? എനിക്കും ഒരു പ്ലാനും ഇല്ല എന്താണ് എന്തോ ഒരു നമ്മളുടെ ഒരു യാത്രയുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞേ? ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ സെഗ്മെന്റ് കഴിഞ്ഞിരിക്കുകയാണ്. ചേട്ടന്മാർക്ക് താങ്ക് യു. ചേട്ടന്റെ പേര് അഖിൽ ജെൻസൺ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും താങ്ക് യു. നമ്മുടെ സെക്ഷൻ ചോദിക്കുക. അതെ, നിങ്ങൾ പറഞ്ഞ ചില വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പൊ നല്ലായിരുന്നു വീഡിയോസ്. താങ്ക് യു. ഓക്കെ ഗൈസ്, നമുക്ക് നേരെ എറണാകുളം. അതാണ് നമ്മുടെ പരിപാടി. ഈ സാധനമൊക്കെ ആരോ ഓർഡർ ചെയ്ത് ഈ പാൻ കേക്ക് ഒക്കെ ഞാനൊന്ന് ടോയ്ലറ്റിൽ പോയുള്ളല്ലോ. ജ്യൂസും ഒക്കെ ഇങ്ങോട്ട് നോക്ക്, ജ്യൂസും ഒക്കെ. ഈ പാൻ കേക്ക് ഞാൻ ഓർഡർ ചെയ്യാൻ പറഞ്ഞിട്ടില്ലല്ലോ. അതെടുത്ത് പെട്ടെന്ന് വന്നേ. മനസ്സിലായി, പിന്നെ കളയാനായിട്ട് മേടിക്കില്ലല്ലോ. അതിന് മേളിൽ മെൽറ്റ് ആയിട്ടിരിക്കുന്ന ചീസാണോ? ഷുഗറാണ്. നീ ഇവിടുന്ന് പാൻ കേക്ക് കഴിച്ചിട്ടുണ്ടോ? എവിടെന്നാ കഴിച്ചേക്കണേ? പാരീസിൽ ചെന്നിട്ടാണോ? എവിടെന്നും കഴിച്ചിട്ടില്ല, ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കി വീട്ടിൽ കഴിച്ചിട്ടുണ്ട്. നീ ഉണ്ടാക്കി കഴിച്ചു? ശരിയാട്ടാ. അത് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തപ്പോൾ സുറാശ് വീട്ടില് പാൻ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ രസമുണ്ടായിരുന്നു. ഞാൻ മുമ്പ് കഴിച്ചിട്ടുണ്ട്. ഈ സ്ട്രോക്ക് അടിച്ചിട്ടില്ല, സ്ട്രോ ആണോ ഗൈസ്? അങ്ങനെ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഈ ഒരു പരിപാടി നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഏത് പരിപാടിയാണെന്നറിയോ? ഗ്രൗണ്ട് ഫ്ലോർ ആണോ ഈ പരിപാടിക്ക് വരണതല്ല. നമ്മൾ ഈ പരിപാടി കഴിഞ്ഞ് നേരെ പോവാന്ന് വിചാരിച്ചേ. വെറുതെ ഞാൻ ആ കടയുടെ അങ്ങോട്ട് പോയി നോക്കിയത്. അപ്പൊ അവൾക്ക് ജ്യൂസ് കുടിക്കണം, പാൻ കേക്ക് ഒന്ന് ഓർഡർ ചെയ്ത് ഞാൻ കൊണ്ടൊന്നില്ല. അപ്പോഴത്തേനും ഓർഡർ ചെയ്തു. ഓക്കെ, നമ്പർ കൂടെ മോൾക്ക് കഴിച്ചാ. പിന്നെ നമുക്ക് പോവാം, നമുക്ക് എറണാകുളത്തേക്ക് പോകണം. നമുക്ക് പോണ വഴിക്ക് നമുക്ക് വണ്ടി പറയണം, സ്വിഫ്റ്റ് കൊണ്ട് പോകണം, അല്ലാണ്ട് എളുപ്പമില്ല. ഈ സ്വിഫ്റ്റ് കൊണ്ട് പോയി അതാ നല്ലത്. കാരണം ഇന്നോവയും കൊണ്ട് പോയി കഴിഞ്ഞാല് ഈ വണ്ടി എവിടെയാ? കിടക്കുന്ന വണ്ടി നമ്മളെ മറ്റേ വണ്ടി ഉണ്ടല്ലോ നമ്മുടെ ഇന്നോവ, അത് നമ്മൾ സ്വാപ്പ് ചെയ്തു. എന്നിട്ട് ഈ വണ്ടി നമ്മൾ എടുത്തേക്കാണ് ഇപ്പൊ. നമ്മളിതേ ഇപ്പൊ മണി 8 പോണ നമ്മള് സ്ട്രെയിറ്റ് എറണാകുളം. നമ്മള് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഞാനും ഒരു മാക്സിമം ഒരു നമ്മൾ 2 മണിക്കായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്ത. 2 മണി 3-4 മണി കഴിഞ്ഞ് ഒരു 7 മണിയാകുമ്പോൾ എറണാകുളത്ത് എത്തുന്ന ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പൊ സമയം 8 മണിയായി. ചാലക്കുടി തന്നെ. ചാലക്കുടി നിന്നാണ് നമ്മുടെ വണ്ടി എടുത്തത്. അതെ, അപ്പൊ നമ്മൾ നേരെ ഇനി എറണാകുളം പോവാണ്. എറണാകുളം പോയിട്ട് ഇനി അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മള് തിരിച്ചു വരും. 2 ദിവസം എന്തായാലും അവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുള്ളൂ ഗൈസ്. അതെ, യെസ് ഗൈസ്. ഞങ്ങള് ചായ കുടിക്കാൻ വേണ്ടിട്ട് നിർത്തിയേക്കണ്ട നമ്മുടെ എയർപോർട്ടിന്റെ അവിടെ. ചായ കുടിക്കാം. പിന്നെ പൊങ്ങണതല്ലേ നല്ലതാ. എന്നിട്ട് മീനത് ഇത്ര എക്സ്പ്രഷൻ ഇടാൻ പറ്റിയ മീനാണോ അത്? സൂപ്പർ മീനാ. ചാള ഇഷ്ടമുള്ളവർക്ക് ചാള ഇഷ്ടപ്പെടുള്ളൂ. എനിക്ക് ചാള നല്ല ഇഷ്ടം. എനിക്ക് അങ്ങനത്തെ മീനോട് ഇഷ്ടം. നോക്കട്ടെ, നല്ല നെയ്യുള്ള ഭാഗം. മേത്താവോ? കുറച്ച്. നമ്മള് എറണാകുളത്ത് എത്തി. നമുക്ക് നമ്മുടെ കുറച്ച് ഷൂട്ട് ചെയ്യാനായിട്ട് നമ്മള് ഡ്രസ്സൊക്കെ മാറി. നമ്മള് വന്ന് ഡ്രസ്സ് മാറി നമ്മള് നേരെ ഇറങ്ങി. നമ്മൾ 2-3 സ്ഥലത്ത് പോയി ഫുഡൊക്കെ കഴിച്ച് തിരിച്ചിപ്പോ വീട്ടിലെത്തി. സമയം എത്രയായി? 1 മണി. ഓ ശരിയാട്ടോ, 1 മണി സമയം. 1 മണിയാണോ 12 മണിയാണോ? അതെ, 1 മണിയായ സമയം. എന്തോരം നേരമായാലും നമ്മള് സമയം പോയേ. കൊറേ ഭയങ്കര ടയേർഡായി ശരിക്കും പറഞ്ഞു. കാരണം കുറെ സ്ഥലത്ത് അങ്ങോട്ട് ഇങ്ങോട്ട് അലഞ്ഞ് ചിരിഞ്ഞ് നമ്മള് നടന്നു. ഒരു കണക്കിന് നമ്മളിവിടെ എത്തി. നമ്മുടെ രാവിലെ എപ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? ഉച്ച കഴിഞ്ഞപ്പോ ഇറങ്ങിയതാണ്. പക്ഷെ നമ്മൾ കുറെ പരിപാടികൾ അതൊക്കെ ഉള്ളതിന്റെ പേരിൽ ആകെ ടയേർഡായി. പിന്നെ ഫുഡ് അടിക്കാനുണ്ടായി, പിന്നെ വീഡിയോസ് എടുക്കാനുണ്ടായി. അങ്ങനെ പരിപാടികളൊക്കെ ആയിരുന്നു നമ്മളിവിടെ എത്തി. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. അതെ, നമ്മളെ ഫ്ലാറ്റ് ഇതാണ്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. വേറെ കാര്യങ്ങളൊന്നുമില്ല. ഗുഡ് നൈറ്റ്.